ഹായ് എല്ലാവർക്കും നമ്മളെ ചെറിയൊരു സന്തോഷത്തിലേക്ക് സ്വാഗതം. ഞാനും അമ്മമ്മയും കൂടി ഇന്നൊരു യാത്ര പോകുന്നതാണ്. യാത്ര എന്ന് വെച്ചാൽ ദൂരെയൊന്നുമല്ല, അടുത്തുള്ളൊരു സ്ഥലത്ത് തന്നെ. നമ്മളെ അടുത്തുള്ള ടൗണായ കൂത്തുപറമ്പിലേക്കാണ് പോകുന്നത്. പക്ഷേ കൂത്തുപറമ്പിലാണ് പോകുന്നതെന്നൊന്നും അമ്മമ്മക്കറിയില്ല. അമ്മമ്മയോട് കണ്ണവത്താന്ന് പോകുന്നതെന്ന് പറഞ്ഞിട്ടാണ് കൂട്ടി പോകുന്നത്. അമ്മമ്മക്ക് കാരണം എന്ന് വെച്ചാൽ സ്കൂട്ടി കയറാൻ ഭയങ്കര മടിയാണ്, പേടിയുമാണ്. എങ്ങനെയാണ് ഇരിക്കേണ്ടത്, വീപ്പിക്കുമോ വീണ് പോകുമോ എന്നുള്ള പേടിയാണ്. ഹെൽമെറ്റിൽ മരണം മടിയും. അപ്പോൾ വീടിൻ്റെ മുന്നിലൊരു ചെറിയ കട്ട് റോഡാണ്. അപ്പോൾ അവിടെ നിന്നൊന്നും കയറുന്നില്ല, നീ എന്നെ വീപ്പിക്കുമെന്ന് പറഞ്ഞ് അങ്ങ് റോഡിൻ്റെ അടുക്ക പോയിട്ടാണ് അമ്മമ്മ വണ്ടി കയറുന്നത്. അങ്ങനെ ഹെൽമെറ്റ് ഇടുന്നേ ഇല്ല, ഭയങ്കര മടിയായിരുന്നു. എന്നിട്ട് കണ്ണകത്തെത്തിയാലും ഞാൻ പറഞ്ഞു ഇനി പറ്റൂല, പോലീസ് ഓടിക്കുമെന്ന് പറഞ്ഞിട്ട് ഹെൽമെറ്റെല്ലാം എടുത്തിട്ടുണ്ട്. ഹെൽമെറ്റും അച്ഛൻ്റെ സ്കൂട്ടിയിലായിപ്പോയി, നല്ല ഹെൽമെറ്റ്. അങ്ങനെ ഒരു ചടാൽ ഹെൽമെറ്റെല്ലാം തട്ടിക്കൂട്ടി ഒപ്പിച്ചിട്ട് നമ്മളങ്ങനെ കൂത്തുപറമ്പത്തേക്ക് പോകുന്നതാണ്. അപ്പോൾ അമ്മമ്മ ഇത് അടിപൊളിയായിട്ട് സ്കൂട്ടിയിലെല്ലാം ഇരുന്നിട്ടെല്ലാം ഉണ്ട് കേട്ടോ, പാവം. അങ്ങനെ നമ്മൾ കൂത്തുപറമ്പിലെത്തിയവരാന്ന് അമ്മമ്മക്ക് തിരിയുന്നത്. കൂത്തുപറമ്പാന്ന് എത്തിയത്. വഴി ഇങ്ങോട്ടേക്ക് തിരിയുമ്പോൾ ഒന്നും അമ്മമ്മക്ക് വരത്തില്ല. കാരണം എന്താണ്, അമ്മമ്മ ഒന്നാമത്തേൽ പുറത്തിറങ്ങാത്ത കുറേ ആയി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അപ്പാപ്പൻ ഇങ്ങനെ കാല് പൊട്ടിയിട്ട് കിടപ്പിലായതുകൊണ്ട് അപ്പാപ്പനെ നോക്കലും കാര്യങ്ങളെല്ലാം ആയിട്ട് അമ്മമ്മ ഒന്നും ഏടിയും പൊതുവേ പുറത്ത് പോവില്ല. എന്നാലും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് പുറത്ത് ഏടിയും പോവലേ ഇല്ല. അങ്ങനെ അമ്മേനെയും കൂട്ടി നമ്മൾ സന്തോഷത്തിൽ പോയി. അമ്മമ്മക്ക് ഇഷ്ടപ്പെട്ടോന്നൊന്നും അറിയില്ല, കുറേ തപ്പിപ്പിടിച്ചൊരു സാരിയെല്ലാം എടുത്ത്. പിന്നെ അമ്മമ്മക്കൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ എനിക്കിപ്പോൾ ചെരുപ്പൊന്നും വേണ്ടപ്പോൾ എനിക്ക് ചെരുപ്പുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട്. എന്നാലും അമ്മമ്മ അങ്ങനെയൊന്നും പുറത്ത് പോയിട്ടൊന്നും വാങ്ങലൊന്നുമില്ല. ഒരു ചെരുപ്പ് പൊട്ടിയാൽ തന്നെ നമ്മൾ കൊണ്ടുകൊടുത്തിട്ട് അങ്ങനെ ഇടുമല്ല. പുറത്ത് പോകാൻ ഭയങ്കര മടിയാണ്. ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അപ്പം ഇങ്ങനെ ആയതുകൊണ്ട് കൂടിയാണ് പുറത്തൊന്നും പോവാത്തത്. അങ്ങനെ നമ്മളൊരു ചെരുപ്പെല്ലാം തപ്പിപ്പിടിച്ചൊരു ചെരുപ്പെല്ലാം ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. അമ്മമ്മക്ക് ഇഷ്ടമായി എന്നെല്ലാം പറയുന്നുണ്ട്. കുറേ തപ്പി അങ്ങനെ ഒരു ചെരുപ്പെല്ലാം എടുത്ത്, ഈ ചെരുപ്പ് സൂപ്പറല്ലേ, അമ്മമ്മയുടെ അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, പിന്നെ നമ്മൾ കൂൾ ബാറിലേക്കാണ് വന്നത്. അമ്മമ്മ ആദ്യമായിട്ടാണ് കൂൾ ബാറിൽ കയറുന്നത്. അങ്ങനെ നമ്മൾ കൂൾ ബാറിൽ കയറിയിട്ട് അമ്മമ്മേൻ്റെ മുഖത്തെ ആ സന്തോഷം കണ്ടോ, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. എന്താണെന്ന് വെച്ചാൽ എനിക്കും ഭയങ്കര സന്തോഷമാണ്. എനിക്കൊരിങ്ങനെ ഇരുന്ന് കൂട്ടി വരാൻ പറ്റിയല്ലോ. അതിനകത്ത് അതുകൊണ്ട് വലിയ സ്ഥലത്ത് ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു ഒന്നൊന്നല്ല. അങ്ങനെ അപ്പാപ്പന് പിന്നെ നമ്മളൊരു ചെറിയൊരു ഫാനും വാങ്ങിച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അപ്പാപ്പന് സീലിംഗ് ഫാനിൻ്റെ ഫുൾ കാറ്റെല്ലാം അടിക്കുമ്പോൾ അപ്പാപ്പന് ശ്വാസം മുട്ടുന്നു, ഭയങ്കര ഏലയുടെ. അതുകൊണ്ട് നമ്മൾ ചെറിയ ഫാന് വാങ്ങിയിട്ട് ദൂരോട്ട് വെച്ചാൽ അങ്ങനെ വെച്ചൊരു ഫാന് വാങ്ങി. ഇങ്ങനെ നമ്മൾ അമ്മക്ക് വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങി അപ്പാപ്പന് ഫാനും എല്ലാവരെയും സന്തോഷിപ്പിച്ചിട്ട് ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട്. പിന്നെ നമുക്കാണ് അവരെപ്പോൾ വാങ്ങിച്ചേക്ക്. അമ്മമ്മ കുറേ ആയി ഇങ്ങനെ കൂത്തുപറമ്പിൽ വരാത്ത. ബസ്സിലാകുമ്പോൾ നമ്മൾ വരും, വീട്ടിലാകുമ്പോൾ കയറാൻ മരണം മടിയായി. ഈ ഹെൽമെറ്റിലിടാൻ വേണ്ടിയിട്ട് ഭയങ്കര മടിയായിരുന്നു. സന്തോഷമായി അല്ലേ, ചെറിയ സന്തോഷമല്ലേ. ബൈ കേട്ടോ.